ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫെയർവെൽ ലവ് ആൻഡ് ഓൾ തൈ ലോസ് ഫോർ എവർ എന്ന് പറയുന്ന പോമാണ്. അത് എഴുതിയിട്ടുള്ളത് സർ തോമസ് വൈറ്റ് ആണ്. തോമസ് വൈറ്റ് ആരാണെന്ന് നോക്കാം. അദ്ദേഹം ഒരു 16th സെഞ്ച്വറി ഇംഗ്ലീഷ് പൊളിറ്റീഷ്യൻ ആയിരുന്നു, അതുപോലെ ലിറിക് പോയറ്റ് ആയിരുന്നു. അദ്ദേഹമാണ് സോണറ്റ് ഫോം ഇംഗ്ലീഷിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അദ്ദേഹം ഇംഗ്ലീഷ് റിനൈസൻസിൻ്റെ പാർട്ടായിരുന്നു. ആൻഡ് അതുപോലെ അദ്ദേഹത്തിൻ്റെ പോംസ് എന്ന് പറയുന്നത് റിനൈസൻസ് ലിറ്ററേച്ചറിലുള്ള പെട്രാർക്കിയൻ മൂവ്മെൻറ്റിൻ്റെ പാർട്ടായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വർക്ക്സ് എന്ന് പറയുന്നത് കൂടുതലും പെട്രാർക്ക് എന്ന് പറയുന്ന റൈറ്ററിൽ നിന്നുള്ള ട്രാൻസ്ലേഷൻസും ഇമിറ്റേഷൻസും ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മറ്റ് വർക്ക്സ് ദേ ഫ്ലീ ഫ്രം മീ, ലക്സ്, മൈ ഫെയർ ഫാൽക്കൺ, ബ്ലെയിം നോട്ട് മൈ ല്യൂട്ട് എന്നതൊക്കെയാണ്. അടുത്തത് നമുക്ക് ആ പോം വായിക്കാം. Farewell love and all thy loss forever, thy baited hooks shall tangle me no more. Seneca and Plato call me from thy lore, to perfect wealth my wit for to endeavour. In blind error when I did persevere, thy sharp repuse that pricketh I so sore, hath taught me to set in trifles no store, and scape forth since liberty is lever. Therefore farewell, go trouble younger hearts, and in me claim no more authority. With idle youth go use thy property, and thereon spend thy many brittle darts. For hitherto, though I have lost all my time, me lusteth no longer rotten boughs to climb. സോ ഈ ഒരു പോം എന്ന് പറയുന്നത് തോമസ് വൈറ്റ് ഒരു ലേഡി ലവിനോട് അഡ്രസ്സ് ചെയ്യുന്നതാണ്. ആൻഡ് അദ്ദേഹം ഫെയർവെൽ പറയുന്നത് എന്തിനോടാണ്? തന്നിൽ ഇമ്പോസ് ചെയ്തിട്ടുള്ള എല്ലാ റെസ്ട്രിക്ഷൻസിനോടുമാണ്. തൻ്റെ ലവർ തന്നിൽ ഇമ്പോസ് ചെയ്തിട്ടുള്ള എല്ലാ റെസ്ട്രിക്ഷൻസിനോടുമാണ് ഫെയർവെൽ പറയുന്നത്. ആൻഡ് അദ്ദേഹം പറയുന്നത് തൈ ബെയ്റ്റഡ് ഹൂക്സ് ഷോൾ ടാങ്കിൾ മീ നോ മോർ. നിങ്ങളുടെ ഫിഷിംഗ് ഹൂക്സ് ഒരിക്കലും ഇയാളെ ടാങ്കിൾ ചെയ്യത്തില്ല എന്നാണ് പറയുന്നത്. സോ ലവിനൊരു ട്രാപ്പായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ലവ് എന്ന് പറയുന്ന ഒരു ട്രാപ്പാണ്. ആൻഡ് ആ ഒരു ട്രാപ്പ് യൂസ് ചെയ്ത് മറ്റുള്ളവരെ ട്രാപ്പിലാക്കാനാണ് ലവിലൂടെ ശ്രമിക്കുന്നത്. ഇതാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് പിന്നെ പറയുന്നത് സെനക്കായും പ്ലേറ്റോയും അദ്ദേഹത്തിൻ്റെ ഇല്യൂഷനിൽ നിന്നും തിരികെ വിളിക്കുന്നു. സോ ഈ ലവ് എന്ന് പറഞ്ഞൊരു ഇല്യൂഷൻ ആണല്ലോ, അതിൽ നിന്നും സെനക്ക ആൻഡ് പ്ലേറ്റോ എന്ന് പറഞ്ഞാൽ ഇൻ്റലക്ച്വൽ ലെവൽ. സോ ആ ഒരു ഇൻ്റലക്ച്വൽ ലെവൽ അദ്ദേഹത്തിന് ഇല്യൂഷനിൽ നിന്നും തിരികെ വിളിക്കുന്നു. സെനക്കൻ ഫിലോസഫി അനുസരിച്ച് ഒരാൾക്ക് അവരുടെ ലൈഫിൽ 3 വേസ് ചൂസ് ചെയ്യാം. ആദ്യത്തേതെന്ന് പറയുന്നത് നോളജിൻ്റെ വേ, രണ്ടാമത്തേത് പൊളിറ്റിക്സിൻ്റെ വേ, മൂന്നാമത്തേത് പ്ലഷറിൻ്റെ വേ. സോ അദ്ദേഹം ഇത്രയും നാൾ ഫോളോ ചെയ്തിരുന്നത് പ്ലഷറിൻ്റെ വേ ആയിരുന്നു. ആൻഡ് അദ്ദേഹം നോളജിൻ്റെ വേയിലോട്ട് തിരികെ പോകാനാണ് ശ്രമിക്കുന്നത്. ഈ ലവ് എന്ന് പറഞ്ഞ ട്രാപ്പാണ്, ഈ ഒരു റിയാലിറ്റി അദ്ദേഹം മനസ്സിലാക്കുകയും ആ ഒരു ഇല്യൂഷനിൽ നിന്നും തിരികെ പോകാനാണ് ശ്രമിക്കുന്നത്. ആ ഒരു ലിറ്ററേച്ചർ അല്ലെങ്കിൽ വിസ്ഡം എന്ന് പറയുന്ന സംഭവം അദ്ദേഹത്തിനെ വിളിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, എൻ്റെ ഇൻ്റലിജൻസിനെ ഇത്രയും നാളും യൂസ് ചെയ്യാതെ അല്ലെങ്കിൽ യൂസ്ലെസ് ആയിട്ട് പോവുകയായിരുന്നു. ഇനി മുതൽ അദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻസ് യൂസ് ചെയ്ത് അദ്ദേഹം നല്ല കാര്യങ്ങൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നോളജിൻ്റെ ഒരു ഫേസിലോട്ട് പോകുന്ന കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഇത്രയും കാലം ഞാൻ ബ്ലൈൻഡ്നെസ്സിലൂടെയാണ് ജീവിച്ചിരുന്നത്. ഞാൻ നിന്നെ സ്നേഹിച്ചുകൊണ്ടിരുന്ന സമയത്ത് കംപ്ലീറ്റ് ബ്ലൈൻഡ്നെസ് ആയിരുന്നു എനിക്ക്. അതാണ് പറയുന്നത്. ആൻഡ് നിൻ്റെ ആ ഒരു ഇൻസൾട്ട് കാരണമാണ് ഞാൻ ഇപ്പോൾ ഒരു രീതിയിൽ എത്തിയിട്ടുള്ളത്. ആ ലവിൽ നിന്നും എസ്കേപ്പ് ആയ ശേഷം എനിക്കിപ്പോൾ റിയൽ ഫ്രീഡം കിട്ടി എന്നാണ് പോയിട്ട് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം അവസാനം പറയുന്നതെന്ന് വെച്ചാൽ സോ ഫെയർവെൽ ആൻഡ് ഗോ ഫൈൻഡ് യങ്ങർ ഹാർട്ട്സ് എന്നാണ്. പോയി വേറെ ഏതെങ്കിലും യങ് ആയിട്ടുള്ള ആൾക്കാരെ ഈ ലവ് എന്ന് പറഞ്ഞ ട്രാപ്പിലാക്കാൻ നോക്കൂ. എന്നിൽ ഇനി ഒരു അതോറിറ്റിയും നിങ്ങൾ വെക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. ആൻഡ് അതുപോലെ ഇത്രയും നാളും ഞാൻ എൻ്റെ ടൈം വേസ്റ്റ് ചെയ്യുകയായിരുന്നു. ഐ ഹാവ് ലോസ്റ്റ് ഓൾ മൈ ടൈം ഇൻ യു. എൻ്റെ എല്ലാ സമയവും ഞാൻ നിന്നിലെന്ന് പറയുമ്പോൾ ടോട്ടലി ആ ലവിൽ ഞാൻ നഷ്ടപ്പെടുത്തി. ഇനി മുതൽ അത് ചെയ്യാതെ ഞാൻ അതിൽ നിന്നെല്ലാം മാറിപ്പോവുകയാണ്. ആൻഡ് മീ ലസ്റ്റഡ് നോ ലോങ്ങർ റോട്ടൺ ബോസ് ടു ക്ലൈംബ്. ഇനി ഒരിക്കലും ഈ ഒരു ആ ഒരു വിമണിനെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം, വിമണിനെ റോട്ടൺ ബോസ് ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഇനി ഒരിക്കലും ലവ് എന്ന് പറയുന്ന ആ ഒരു
റോട്ടൺ ബ്രാഞ്ചിൽ ഞാൻ ക്ലൈംബ് ചെയ്യത്തില്ല. എങ്ങനെയൊക്കെയാണ് ഈ ഒരു പോയറ്റ് പറയുന്നത്. സോ ഈ ഒരു പോയത്തിലൂടെ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു പോകുന്നത് പെസിമിസ്റ്റിക് വ്യൂ ഓഫ് ലവ് ആണ്. കാര്യം ലവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭയങ്കര ഇമോഷണലായിട്ട് ഭയങ്കര നല്ലൊരു കോൺസെപ്റ്റായിട്ടാണ് പോർട്രേ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ലവിനൊരു നെഗറ്റീവ് സൈഡ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പെസിമിസ്റ്റിക് സൈഡ് ഉണ്ട് എന്നുള്ളതാണ് ഇതിലൂടെ പറയുന്നത്. സോ ഈ ഒരു പോത്തിൽ വന്നു പോകുന്ന തീംസ് എന്ന് പറയുന്നത് ലവാണ് ഏറ്റവും വലിയ തീം. ആൻഡ് പിന്നെ ബിട്രയൽ പറയാം. സോ ഇത്രയാണ് ഈ പോത്തിനെ പറ്റി പറയാനുള്ളത്.